കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുമായുണ്ടായ തർക്കം മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നുവെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. തന്റെ പ്രതികരണം എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണെന്നും വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മേയർ വ്യക്തമാക്കി. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിക്കുകയായിരുന്നു. നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർക്കെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതി പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. ആദ്യം ബി.ജെ.പി കൗൺസിലർമാരും പിന്നീട് യു.ഡി.എഫ് കൗൺസിലർമാരും പ്രതിഷേധമുയർത്തി യോഗം ബഹിഷ്കരിച്ചു. അവസാനത്തെ ഒരു ഭാഗം ഞാൻ അംഗീകരിക്കുന്നു. അത് ആരുടെയും മാത്രം മേയറല്ല, ഞങ്ങളുടെയും മേയറാണ് എന്ന് താങ്കൾ പറയുന്നു. ഈ വിഷയമുണ്ടായി ഇത്രയും സമയമായതിനു ശേഷം എന്തുകൊണ്ടാണ് ശരിയായ വസ്തുത എന്താണ് എന്ന് ചോദിച്ച് താങ്കളുടെ ഫോണിൽ നിന്ന് എനിക്കൊരു കോള് വരാത്തത്? എന്നാൽ കൃത്യവും വ്യക്തവുമായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രതികരണം. ചില മാധ്യമങ്ങൾ സംഭവത്തെ വളച്ചൊടിക്കുകയാണെന്നും കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചതിനെതിരെയാണ് തന്റെ പരാതിയെന്നും സഹോദരൻ അത് ചോദ്യം ചെയ്യുന്നത് പുറത്തുവന്ന വീഡിയോയിലുണ്ടെന്നും മേയർ പറഞ്ഞു. വിഷയത്തിൽ നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും മേയർ വ്യക്തമാക്കി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോൾ പ്രതികരിക്കാത്തതെന്ന് നമ്മൾ ചോദിക്കുക. ഈ അപ്പോൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മളിപ്പോൾ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ആ പ്രതികരണം. ആ പ്രതികരണത്തിൽ എന്ന് നിറച്ചു നിൽക്കുമെന്ന് തന്റെ ഇടത്തോടുകൂടി ഞാൻ പറയും. കാരണം അങ്ങനെ എന്നെ നിയന്ത്രിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്കൊരു പ്രയാസം വന്നാൽ പ്രതികരിക്കാതെ നീ വളരണം, നീ ത്യാഗിനിയായി, നീ എല്ലാം സഹിക്കുന്നവളായി വളരണം എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെയോ എന്ന് പഠിപ്പിച്ച കുടുംബത്തിന്റെയോ ഭാഗമല്ലെന്ന്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നാണ് താൻ പ്രതീക്ഷിച്ചതെന്നും സ്ത്രീപക്ഷമാണെന്ന് പറയുന്നവരൊന്നും അങ്ങനെയല്ലെന്ന് മനസ്സിലായതായും മേയർ പറഞ്ഞു. കൗൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചതോടെ അജണ്ടകൾ പാസാക്കി യോഗം പിരിഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.